കോട്ടയം നഗരസഭയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നു. മുൻ ജീവനക്കാരൻ 3 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണെന്ന് ആരോപിച്ചാണ് മാർച്ച്. ജോസി ബാബു ചേർത്തു വിവരങ്ങൾ നൽകാൻ. ജോസി, വലിയ പ്രതിഷേധമാണോ ഉണ്ടാകുന്നത്? രേഷ്മ, ഡിവൈഎഫ്ഐയുടെ മാർച്ച് അവസാനിച്ചു. അല്പം മുമ്പാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോട്ടയം നഗരസഭാ കവാടത്തിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് ഗേറ്റ് പൂട്ടി പ്രവർത്തകരെ തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ ഗേറ്റ് മറികടന്ന നഗരസഭാ കോമ്പൗണ്ടിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ നഗരസഭയ്ക്കകത്ത് ഇടത് കൗൺസിലർമാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് നഗരസഭയിൽ അരങ്ങേറുന്നത്. 3 കോടിയുടെ പെൻഷൻ തിരിമറി നടത്തിയ അഖിൽ സി വർഗീസിന് UDF ഭരണസമിതി ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് LDFന്റെയും ഇടത് യുവജന സംഘടനകളുടെയും പ്രതിഷേധം. അതേസമയം കഴിഞ്ഞ ദിവസം UDF നേതൃത്വം പ്രതികരിച്ചത് ഈ അഖിൽ സി വർഗീസ് ഇടത് യൂണിയൻ അംഗമാണ് എന്ന നിലയിലാണ്. എന്തായാലും ഇപ്പോൾ നാളെ BJPയും നഗരസഭാ കവാടത്തിലേക്ക് പ്രതിഷേധം നടത്തുന്നുണ്ട്. നിലവിൽ വെസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായും പ്രതിയെ സംബന്ധിച്ച് യാതൊരു തുമ്മൽ ലഭിച്ചിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ ഇടത് നേതൃത്വം പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഈ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ അഖിൽ സി വർഗീസ് 2020 മുതൽ 2023 വരെയാണ് കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്തിരുന്നത്. ഈ കാലയളവിലാണ് പെൻഷൻ അക്കൗണ്ട് തന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി 3 കോടിയോളം രൂപ തട്ടിയെടുത്തത്. നിലവിൽ വൈക്കം നഗരസഭയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാളെ കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് ഡയറക്ടർ അന്വേഷണം പുരോഗമിക്കുകയാണ്. 3 കോടിയുടെ തട്ടിപ്പ് നടന്നതിനാൽ ഇയാളുടെ അറസ്റ്റിന് ശേഷം വിജിലൻസിനോ അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിനോ കേസ് കൈമാറിയേക്കും. എന്തായാലും അഖിൽ സി വർഗീസിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് മുന്നണിയും UDFും രംഗത്ത് വന്നിട്ടുണ്ട്. BJP ആരോപിക്കുന്നത് ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് ചേർന്നാണ് ഈ തട്ടിപ്പിന് അഖിൽ സി വർഗീസിനെ കൂട്ടുനിന്നതെന്നാണ്. എന്തായാലും നാളെയാണ് BJPയുടെ മാർച്ച്. ഇപ്പോഴും കോട്ടയം നഗരസഭയ്ക്കകത്ത് LDFന്റെ പ്രതിഷേധം തുടരുകയാണ്. രേഷ്മ, ശരി.